ലോക്കൽ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാനുള്ളത് തലശ്ശേരിയിലാണ്. ഇന്നലെ രാത്രി നമ്മൾ മാട്ടൂരിൽ നിന്നാണ് സൈക്കിൾ ചവിട്ടി ഏകദേശം 37 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് തലശ്ശേരിയിലെത്തിയത്. അപ്പോൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിടക്കാനൊന്നും സൗകര്യമില്ലാതായിരുന്നു. അവിടെ അടുത്തൊരു കടയുടെ ബെഞ്ചിലാണ് കിടന്നുറങ്ങിയത്. കുഞ്ഞിനെ അവിടെ തന്നെ വെച്ചു. അങ്ങനെ നമ്മൾ തലശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഫ്രഷ് ആകാൻ വേണ്ടി നമ്മുടെ ടേക്ക് എ ബ്രേക്കിലോട്ട് വന്നതാണ്. ഇതാണ് ടേക്ക് എ ബ്രേക്ക്. രാവിലെ ഫ്രഷായി. ഇനിയിപ്പം ഇന്നലെ വൈകിട്ട് വന്നപ്പോഴത്തേനും ചാർജിങ് പോയിൻ്റ് ഒന്നും കിട്ടിയില്ല, കാരണം പമ്പുകളെല്ലാം അടച്ചു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് പവർ ബാങ്ക് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തെ ഭായിയോടൊക്കെ പറഞ്ഞ് ഞാൻ പവർ ബാങ്ക് ഇവിടെ ചാർജിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പവർ ബാങ്ക് ഒന്ന് ചാർജായി ഭായി അപ്പോഴത്തേനും കാപ്പിക്കാനൊക്കെ പോകുന്ന നേരം ആവുമ്പോഴത്തേക്കും ഞാൻ എടുത്തുകൊണ്ട് പോകാൻ ഇതാണ് തലശ്ശേരി ടൗണ്. തലശ്ശേരി ടൗണിലെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. 1866 നിർമ്മിച്ച ഒരു ക്ലോക്ക് ടവറാണിത്. 1866 ഈ തലശ്ശേരി പട്ടണം നിലവിൽ വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിർമ്മിച്ച ഒരു ക്ലോക്ക് ടവറാണിത്. ഇതിപ്പോൾ പുനരുദ്ധരിച്ച് ഈ രീതിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇന്ന് രാവിലത്തെ യാത്ര ആരംഭിക്കുകയാണ്. തലശ്ശേരി ഫോർട്ട് കാണാൻ വേണ്ടിയാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. അപ്പോൾ ശരി, രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനും കുഞ്ഞിയും കൂടി യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് തലശ്ശേരി കോട്ട. നമ്മുടെ കേരള ടു കാശ്മീർ സൈക്കിൾ യാത്രയുടെ തലശ്ശേരിയിലോട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം തന്നെ ഈ കോട്ട കാണുക എന്നുള്ളതായിരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ താവളമടിച്ച ആദ്യത്തെ സ്ഥലങ്ങളിലൊന്നാണ് തലശ്ശേരി കോട്ട. മാഹിയിലുള്ള ഫ്രഞ്ചുകാരുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ കാരണം അവർ ഇടയ്ക്ക് ഈ തലശ്ശേരി കോട്ട ബലവത്താക്കുകയും അവരുടെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് പടയാളികൾക്ക് കാവൽ നിൽക്കാനുള്ളതും വിശ്രമിക്കാനുള്ളതുമായ ഒരു സ്ഥലമാണിത്. ഈ രണ്ട് സൈഡിലും ഇത് പടയാളികൾക്ക് വിശ്രമിക്കാനുള്ള സീറ്റിട്ടിരിക്കാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മൊത്തമായും മുഴുവനായി ചെങ്കല്ലിൽ തീർത്ത ഒരു കോട്ടയാണിത്. അപ്പോൾ നമ്മൾ കോട്ടയ്ക്കുള്ളിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് അവരുടെ ആയുധങ്ങളും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുമൊക്കെ ആയിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഇതിപ്പോൾ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പടയാളികൾക്ക് തങ്ങാൻ ഉപയോഗിച്ചിരുന്ന ഷെൽട്ടറുകളാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ജയിലുകളുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പ്രതിരോധമായിട്ട് നിന്ന ഫ്രഞ്ചുകാരെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ കാരണമാണ് അവർ ഈ കോട്ട ഇവിടെ പണിയുന്നത്. മാഹിയിൽ ഫ്രഞ്ചുകാരും പിന്നെ ഇതിനപ്പുറത്തുള്ള കോട്ടയും ഫ്രഞ്ചുകാരുടെയായിരുന്നു. മാഹി കേന്ദ്രീകരിച്ചാണ് ഫ്രഞ്ചുകാർ ഇവിടെ ഭരണം നടത്തിയിരുന്നത്. പുതുച്ചേരി, പോണ്ടിച്ചേരി, മാഹി തുടങ്ങിയ സ്ഥലങ്ങളാണ് ഫ്രഞ്ചുകാരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയ്ക്കുള്ളിലൂടെയുള്ള യാത്രയിലാണ്. ഇത് കോട്ടയുടെ ഉള്ളിലേക്ക് പോകുന്ന, കടലിലേക്ക് ഇറങ്ങുന്ന ഒരു തുരങ്കമാണ്. ഇതുവഴി കടലിലേക്ക് ഇറങ്ങിപ്പോവാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കോട്ടയാണ്, സമചതുരാകൃതിയിലുള്ള ഒരു കോട്ടയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സമീപം തന്നെയാണ് ആ ബ്രിട്ടീഷുകാരുടെ കുടീരങ്ങളുള്ളത്, ശവകുടീരങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ടെത്തി. ഇതാണ് ലൈറ്റ് ഹൗസ്. ഇത് കോട്ടയുടെ മുകളിൽ തന്നെയാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത തന്നെ. നമ്മൾ പല രാജ്യങ്ങളുടെയും സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഉയരം കുറഞ്ഞ ലൈറ്റ് ഹൗസ്, അതായത് പാറയുടെയൊക്കെ മുകളിൽ, വലിയ കുന്നുകളുടെ മുകളിൽ തീരെ ഉയരം കുറഞ്ഞ ലൈറ്റ് ഹൗസുകൾ വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. അത്തരത്തിലുള്ളൊരു ലൈറ്റ് ഹൗസാണിത്. കോട്ടയുടെ മുകളിൽ സൈനികർക്ക് തമ്പടിക്കാനുള്ള വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നൊരു മാവ് കണ്ടോ, താഴെ വണ്ണം കുറവും മുകളിലേക്ക് അതിഭീകരവുമായൊരു മാവ്, ഭീകരനായ മാവാണ്. ഇതുണ്ടോ, ഒരുപാട് വലിപ്പമുള്ള മാവ്. താഴോട്ട് ഇറങ്ങണം. നമ്മൾ അവിടെ നിന്നാണ് വന്നത്, ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നാണ് വന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് കടലിലേക്ക് തുറക്കുന്ന ഒരു വലിയ ഗേറ്റാണ്. അതായത് കടലിൽ നിന്നും സാധനങ്ങൾ കരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗേറ്റാണിത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് കടൽ തീരം. അവിടെയാണ് കപ്പലുകളൊക്കെ അടുത്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് എത്തി. പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ കമാൻഡിങ് സെക്ഷൻ ആയിരുന്നിരിക്കണം. ഇവിടെ ആയിരുന്നിരിക്കണം മിലിറ്ററിയുടെ അസംബ്ലി ഒക്കെ നടന്നിരുന്നത്. പ്രധാന ആളുകളൊക്കെ വന്നിരുന്നിരുന്ന സ്ഥലമായിരിക്കണം ഇത്. അപ്പോഴത്തെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ കാഴ്ചകളിലേക്ക് മാറുകയാണ്. പരുന്തുകളുടെ കൂട്ടം, അതുപോലെ തന്നെ ഹാർബർ, ഷെഡുകൾ, ഇതെല്ലാം ഇവിടെയുണ്ട്. ഇത് ആശുപത്രി കോംപ്ലക്സ് ആണ്. ഈ കോട്ടയുടെ തള്ളി നിൽക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്, അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇതുണ്ടോ, ഈ കോട്ടയുടെ ഡിഫൻസിൻ്റെ ഏരിയയാണ്. ഇതാണ് കടലിലേക്ക് ക്ലിയറായിട്ട് തുറക്കുന്നത്. പക്ഷേ ഇവിടെ മൊത്തമായിട്ടും ബിൽഡിങ്ങുകൾ വന്നതിനാൽ ആ ഒരു വിഷൻ നമുക്ക് കിട്ടില്ല. ഇവിടുന്ന് കണ്ടോ, പരുന്തൊക്കെ പറന്ന് നടക്കുന്നുണ്ടോ. ഈ കടൽ തീരത്ത് ഈ കോട്ടയുടെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിണറാണത്. ഈ മരങ്ങളൊക്കെ ഒരുപാട് കാലം പഴക്കമുള്ളതാണ്.
അപ്പോൾ തലശ്ശേരി കോട്ടയുടെ സമീപമുള്ള കടൽ തീരത്താണ് ഞാനുള്ളത്. ബ്രിട്ടീഷുകാർ ഇവിടെയാണ് ആദ്യമായിട്ട് ഫ്രഞ്ച് സൈന്യത്തിനുള്ള ഒരു ബദലായിട്ടുള്ള കോട്ട നിർമ്മിച്ചത്. അപ്പോഴത്തെ ഇതാണ് ആ കടൽ, അതാണ് ഇവിടുത്തെ കടൽപ്പാലം. പണ്ട് കപ്പലുകളൊക്കെ വന്ന് അടുത്തുകൊണ്ടിരുന്ന സ്ഥലം അതാണ്. വലിയ പായ്ക്കപ്പലുകളൊക്കെ വന്ന് അടുത്തിരുന്ന സ്ഥലമാണത്. ഇത് ഹാർബറാണ്. ഇവിടുത്തെ ഹാർബറിനോട് ചേർന്ന് തന്നെയാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ ഹാർബറിൻ്റെയും ഫോർട്ടിൻ്റെയും ഇടയിലാണ് ഇവിടുത്തെ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ ആശുപത്രി ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇഫ്താർ, അതായത് റംദാൻ മാസത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു ഫുഡ് കോർട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുവള്ളങ്ങൾ വന്ന് അടുത്തിരിക്കുന്നത് കാണാം. അവർ വള്ളങ്ങളിൽ നിന്നും മോട്ടറൊക്കെ അഴിച്ചു മാറ്റി ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുന്ന രംഗമാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ പല തുരുത്തുകളും കാണാൻ പറ്റും. ആ മുൻപിൽ കാണുന്ന ഒരു തുരുത്താണ്. അതുപോലെ തന്നെ ഇവിടെ പാറക്കൂട്ടങ്ങളാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ മാത്രമാണ് പാറയില്ലാത്തത്. അതിലെയാണ് കൂടുതലും വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ വന്ന് കയറുന്നത്. ഇത് സ്വാഭാവിക ഒരു സ്വാഭാവികമായ പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തിരകളൊക്കെ വളരെ കുറവിലേ വരത്തുള്ളൂ. ഈ സൈഡിൽ നിന്ന് മാത്രമേ തിരകളുള്ളൂ. ഈ സൈഡിൽ തിരകളില്ല. ഇത് കണ്ടോ, തിരയില്ലാത്ത ഒരു ഭാഗമാണ് ഈ കാണുന്നത്. തീരെ തിര കുറവാണ്, വലിയ തിരകളില്ല. അവിടുന്ന് തള്ളി വരുന്ന തിരകളുടെ ഒരു അലകൾ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോഴത്തെ നടുവിലൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണാം, ചെറുവള്ളങ്ങളിൽ. അതുപോലെ തന്നെ കല്ലുമ്മക്കായാണ് ഇവിടെ ഈ ഭാഗത്തെയൊക്കെ ഇത് പ്രധാന വരുമാനം. അങ്ങ് അകലെയൊക്കെ കപ്പലുകളൊക്കെ കിടക്കുന്നത് കാണാം പുറംകടലിൽ. അപ്പോൾ ശരി, നമ്മളിവിടുന്ന് പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഒരു കടൽപ്പാലമുണ്ട്, അത് പോയി കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഹാർബറിനോട് ചേർന്നാണ് കടൽപ്പാലം.